താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ആലുവയിൽ നിന്ന് കാണാതായ 12 വയസ്സുകാരിയെ 4 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ മഹാരാഷ്ട്രയിലെ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആലുവ പോലീസും റെയിൽവേ പോലീസും ചേർന്ന് സുരക്ഷിതമായി കണ്ടെത്തി. ശനിയാഴ്ച രാവിലെ പുസ്തകം വാങ്ങാനെന്നു പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ കുട്ടി വൈകുന്നേരമായിട്ടും തിരിച്ചു എത്താത്തതിനെ തുടർന്നാണ് കുടുംബം പരാതി നൽകിയത്. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട 19-കാരനായ സുഹൃത്തിനൊപ്പമാണ് കുട്ടി പോയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. കഴിഞ്ഞ ദിവസം നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ അതിർത്തിയിൽ നിന്ന് ഒരു മൈനറായ ഒരു കുട്ടി മിസ്സായിരുന്നു. രാത്രിയിലാണ് മിസ്സായത്. ഏകദേശം 8 മണി കഴിഞ്ഞപ്പോഴാണ്, 8:30 ആയപ്പോഴാണ് അവരുടെ ബന്ധുക്കൾ ഏകദേശം 10 മണി കഴിഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നു. അന്നേരം തന്നെ പോലീസ് അന്വേഷിച്ച് പോയി. ഈ പ്രാഥമിക അന്വേഷണത്തിൽ നമുക്ക് എവിടെയാണെന്ന് കിട്ടിയില്ല. കാരണം കുട്ടി എന്താ കൊണ്ടുപോയിട്ടുണ്ടെന്നൊന്നും വീട്ടുകാർക്കും അറിയില്ലായിരുന്നു. അന്നേരം തന്നെ FIR ഡ്രാഫ്റ്റ് ചെയ്തു. അന്നേരം 1 മണി ആയപ്പോഴത്തെ, അതായത് 12 മണി കഴിഞ്ഞപ്പം FIR ഇട്ടു. രാവിലെ വന്നു, മറ്റു കാര്യങ്ങളെല്ലാം നോക്കി. അപ്പോൾ തന്നെ നമ്മൾ ടീമിനെ അറേഞ്ച് ചെയ്തു. ഈ കുട്ടി പോയ സമയത്ത് ഒരു വല്യമ്മയുടെ ഒരു മൊബൈൽ ഫോണും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് പോയതെന്നാണ് മാത്രമേ അറിയുള്ളൂ. ആരാണെന്ന് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നീട് ഞങ്ങളുടെ അന്വേഷണത്തിനകത്ത് അത് മുനമ്പം ഹാർബറിൻ്റെ അടുത്ത് ഐസ്ക്രീം വിൽക്കുന്നൊരു പയ്യനാണ് കൂടെ പോയിട്ടുള്ളതെന്ന് പറഞ്ഞു. അഡ്രസ്സ് ഒന്നും നമുക്ക് വ്യക്തമല്ല. ഇൻസ്റ്റാഗ്രാം മാത്രമേ പയ്യൻ ഉപയോഗിക്കുന്നുള്ളൂ. ഞങ്ങൾ അന്വേഷിച്ച് വന്ന സമയത്ത് ഒരു ബ്രോക്കൺ ഫാമിലിയിൽപ്പെട്ട പയ്യനാണത്. ഓച്ചിറ തഴവ സ്വദേശിയാണ്. അവിടെ ചെന്നപ്പോൾ അങ്ങനെ വീടൊന്നുമില്ല, ഒരു വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് ഇയാളുടെ സൗഹൃദം എന്താണെന്നൊന്നും അറിയില്ല. പിന്നീട് ഇൻസ്റ്റാഗ്രാമിനകത്ത് ഈ പയ്യൻ്റെ സുഹൃത്തുക്കളുമായിട്ട് കോൺടാക്ട് ചെയ്തു. അങ്ങനെ മെസ്സേജുകൾ ഇടിപ്പിച്ചു. ഈ പയ്യനും സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു മൊബൈൽ. ഇടയ്ക്ക് മെസ്സേജ് ഇട്ട സമയത്ത് നമ്മൾ ലൊക്കേഷൻ നോക്കി. ഏകദേശം അപ്പോൾ കാസർഗോഡ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പോലീസ് ടീം അന്നേരം തന്നെ ഒരു വാഹനത്തിൽ അതിനെ പിന്തുടർന്നു. പിന്നീട് ലൊക്കേഷൻ കിട്ടിയില്ല. പിന്നീട് മുംബൈ കാണിച്ചു. വീണ്ടും പോലീസ് ഏകദേശം എത്താറാകുന്നു, അവിടെ എത്തുന്നില്ല എന്നറിഞ്ഞപ്പോൾ വീണ്ടും അവർ തിരിച്ചതായിട്ട് നമുക്ക് മനസ്സിലായി. ധാരാവി എന്ന് പറഞ്ഞ ലൊക്കേഷൻ കിട്ടി. അത് കഴിഞ്ഞ് പോലീസ് പാർട്ടി അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അടുത്തൊരു ടീം ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വീണ്ടും വിട്ടു. അപ്പോഴത്തുള്ള ലൊക്കേഷനും, കാരണം നമുക്ക് ടൈപ്പ് ഒരു ലൊക്കേഷൻ കിട്ടിയിട്ട് പോലും അവിടെ നിന്ന് ട്രേസ് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് ജനനിബിഡമായ സ്ഥലമാണ് ധാന, അതുപോലെ ധാരാവി എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങൾ. എന്തായാലും നമ്മൾ അവിടുത്തെ ഓഫീസേഴ്സിനെ കോൺടാക്ട് ചെയ്തു. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ കൊടുത്തു. എന്നാലും രാത്രികാലങ്ങളിലൊന്നും അവരുടെ സഹായം വളരെ കുറവാണ്. എങ്കിൽ നമ്മുടെ ഇവിടുത്തെ കേരള പോലീസ് രാത്രിയിലൊക്കെ സെർച്ച് ചെയ്യുന്ന പോലൊന്നും അവരത്ര, എങ്കിലും അവരുടെ സഹായം നമ്മൾ അഭ്യർത്ഥിച്ചുകൊണ്ട് തന്നെ നീങ്ങി. പിന്നീട് നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടിയത് ഒരു വാഹനത്തിൽ പോകുന്നതായിട്ട് കിട്ടി. പിന്നീട് ട്രെയിനായി. വീണ്ടും നമ്മൾ അതിൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച് RPF ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ജില്ലാ പോലീസ് മേധാവി നിരന്തരം അവിടുത്തെ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട്, കൂടാതെ PHCക്കുള്ള DG, നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP അദ്ദേഹവും ഒക്കെ തന്നെ നമ്മുടെ ക്രൈം കാർഡും ഒക്കെ അവിടുത്തെ ഓഫീസുകളിൽ എത്തിച്ച് RPFുമായിട്ട് നിരന്തരം ബന്ധപ്പെടുകയും ഞങ്ങൾ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്തു. എന്തായാലും നമുക്ക് മനസ്സിലായി നിസാമുദ്ദീൻ എക്സ്പ്രസ്സിൽ അവർ പൂനെയിൽ 3:50 നമ്മൾ സമയം, ഏകദേശം 4 മണിയാകുമ്പോൾ എത്തുമെന്ന് മനസ്സിലാക്കി. അതനുസരിച്ച് നമ്മൾ തലേദിവസം വെയിറ്റ് ചെയ്ത പാർട്ടി താനേന്ന് പൂനെയിലെത്തി പെട്ടെന്ന് തന്നെ ട്രെയിൻ നിർത്തിയ സമയത്ത് ഫ്രണ്ടും ബാക്കും ഉള്ള ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറത്തുള്ളതെന്ന് മനസ്സിലാക്കി. അങ്ങനെ കമ്പാർട്ട്മെൻറ്റ് പരിശോധിച്ച സമയത്താണ് കുട്ടികളെ നമുക്ക് കിട്ടിയത്. എന്തായാലും വളരെ അനുഗ്രഹമാണ്. പക്ഷേ നമുക്ക് പറയാനുള്ളത്, കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ നോക്കുക, ശ്രദ്ധിക്കുക, അവരുടെ മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടികൾ കൈവിട്ട് പോകുമ്പോൾ നമ്മൾ എടുക്കുന്ന എഫർട്ട് അവരെ പരിപാലിക്കുന്നതിന് നമ്മൾ ആക്കണം എന്ന് മാത്രമേ ഉള്ളൂ പോലീസിന് പറയാനുള്ളത്. കുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന അമ്മയുടെ മൊബൈൽ ഫോൺ ഇടയ്ക്കിടെ ഓണായതിനെ തുടർന്ന് ലഭിച്ച ലൊക്കേഷൻ വിവരങ്ങൾ പിന്തുടർന്നും കൂടെയുള്ള യുവാവിന്റെ ഫോൺ ട്രേസ് ചെയ്തുമാണ് പോലീസ് പൂനെയിൽ കുട്ടിയുടെ സാന്നിധ്യം കണ്ടെത്താനായത്. കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്ന 19-കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. നിലവിൽ കുട്ടിയുമായി ആലുവ പോലീസ് സംഘം നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ടെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി.